പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം: നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒന്നും അസാധ്യമല്ല. ഏതൊരു വേല നിങ്ങളെ ഏൽപ്പിച്ചാലും, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ, നിങ്ങൾക്കത് സാധിക്കും. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു. ഫിലിപ്പിയർ 4:13: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ജീവിതത്തിൽ ഇല്ലായ്മയിലിരിപ്പാനും ഹല്ലേലൂയ ഉള്ള അവസ്ഥയിലിരിപ്പാനും അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. എന്നിട്ട് പൗലോസ് പറയുന്നു, എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും, ഞാൻ സകലത്തിനും ശക്തനാകുന്നു. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണോ തന്നെ ഏൽപ്പിച്ച വേല ചെയ്യുവാൻ, തന്നെ ഏൽപ്പിച്ച സാഹചര്യത്തിൽ ദൈവമാക്കിയിരിക്കുന്ന ചുറ്റുപാടുകളിൽ ജീവിക്കുവാൻ തനിക്ക് ദൈവം ശക്തി നൽകും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും പരിശുദ്ധാത്മാവ് അത് തന്നെ പറയുന്നു. നിങ്ങൾ സകലത്തിലും മതിയായവരത്രേ. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകത്തില്ല. ജീവിതത്തിൽ ഏത് സാഹചര്യമാണോ നിങ്ങൾ ഹല്ലേലൂയ ആയിരിക്കുന്നത്, അവിടെ നിങ്ങളെ ജയോത്സവമാക്കി നടത്തുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. നാം ജീവനുള്ളവരുടെയും നശിക്കുന്നവരുടെയും നടുവിൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മെ മാറ്റിക്കളയാൻ, നമ്മെ ഹല്ലേലൂയ മാറ്റുവാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ വഹിക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള ആലയമത്രേ നാം ഓരോരുത്തരും. ഇന്ന് രാവിലെ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിലുള്ള ആ വലിയ ആത്യന്തിക ശക്തിയെ നമുക്ക് കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താം. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്യന്തിക ശക്തി നാം ഹല്ലേലൂയ കരം വെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഹല്ലേലൂയ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ ഹല്ലേലൂയ തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സാധ്യമാകും. വിശ്വസിക്കുന്നവരാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സാധ്യമാകും. അതിൻ്റെ അർത്ഥം വിശ്വസിക്കുന്ന ഏത് വ്യക്തിയാലും, ഇന്ന സഭക്കാരൻ, ഇന്ന വീട്ടുകാരൻ, ഇന്ന ദേശക്കാരൻ എന്നല്ല വേദപുസ്തകം പറയുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സാധ്യമാകും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അവർ മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹല്ലേലൂയ അവർക്ക് ഹാനി വരികയില്ല. നോക്ക്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സാധ്യമാകും എന്ന് തിരുവചനം പറയുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമത്രേ. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുന്നു ഹല്ലേലൂയ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യവും അസാധ്യമല്ല. നിങ്ങളുടെ മുമ്പിൽ ഒരു രോഗി വന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം അതിനുള്ള ശക്തി നിങ്ങളുടെ മേൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹല്ലേലൂയ മുമ്പിൽ ഒരു ഭൂതഗ്രസ്തൻ വന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവിടെ വിടുതൽ കൽപ്പിക്കാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചാൽ ആ പ്രഖ്യാപനത്തിന് മുമ്പാകെ ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒറ്റ കാര്യമേ യേശു കർത്താവ് ഇവിടെ ആവശ്യപ്പെടുന്നുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും ഉപവാസവും വേണം. നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കണം. നിങ്ങളുടെ ജീവിതം കർത്താവിന് ഹല്ലേലൂയ കൊള്ളാവുന്നവരായി തീരണം. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ കാണിക്കണം. കർത്താവ് ഉള്ളിലുണ്ട് എന്നൊരു വിശ്വാസം, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു വിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് എന്നൊരു വിശ്വാസം, അതുമാത്രമല്ല അതോടൊപ്പം തന്നെ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ജീവിതം നിങ്ങൾ നയിക്കണം. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കണം. എങ്ങനെയും ഏത് രീതിയിലും ജീവിച്ചിട്ട്
കർത്താവിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നാം അപ്പസ്തോല പ്രവർത്തികളിൽ പറയുന്ന സ്കേവ എന്നൊരു മനുഷ്യൻ്റെ മക്കളെ പോലെ ആയിത്തീരും. അവർ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഭൂതത്തെ ശാസിക്കാൻ ശ്രമിച്ചിട്ട് ഹല്ലേലൂയ, ഭൂതം അവരെ ആക്രമിച്ചു. ഭൂതം പറഞ്ഞത് എനിക്ക് യേശുവിനെ അറിയാം, എനിക്ക് പൗലോസിനെ അറിയാം, നീ ആരാ എന്ന് ചോദിച്ച് അവരെ ആക്രമിക്കാൻ ഇടയായി. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നാം കർത്താവിൻ്റെ ജീവനുള്ള നാമത്തെ ഉപയോഗിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ നാം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിന് കൊള്ളാവുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. നാം കർത്താവിൻ്റെ മക്കളായി വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ദൈവത്തെ ഉയർത്തുന്നവരായി തീരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതമായി, നമ്മുടെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ വാക്കുകളായി തീരട്ടെ. നമ്മുടെ ഓരോ ചുവടുകളും വിശ്വാസത്തിൻ്റെതായി തീരട്ടെ. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഹല്ലേലൂയ ഇത് ഹല്ലേലൂയ വെളിപ്പെട്ട് വരത്തില്ല. നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ആത്യന്തിക ശക്തി, ദൈവത്തിൻ്റെ അളവില്ലാത്ത ഈ ശക്തി ഹല്ലേലൂയ പ്രകടമാകണമെങ്കിൽ, ആ ശക്തി ഹല്ലേലൂയ ആക്ടിവേറ്റ് ആകണമെങ്കിൽ നിങ്ങളുടെ ഹല്ലേലൂയ പ്രവൃത്തിപഥത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ഉപവാസ ജീവിതത്തിൽ നിങ്ങൾ ഹല്ലേലൂയ ഒരു മാറ്റം കൊണ്ടുവരണം. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രയോഗിച്ചു തുടങ്ങുമ്പോൾ ഒന്നും നിങ്ങൾക്ക് അസാധ്യമായി തീരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഹല്ലേലൂയ ദൈവമക്കളെ കണ്ടിട്ട് ലോകം പറഞ്ഞ ഒരു കമൻറ്റ് ഇങ്ങനെയുണ്ട്: ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നു. അപ്പസ്തോലന്മാരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്, ഇവർ ലോകത്തെ കീഴ്മേൽ മറിച്ചവരാ. എന്താ അവരുടെ പ്രത്യേകത? അവർ ഓപ്പറേറ്റ് ചെയ്തത്, അവർ അല്ലെങ്കിൽ പ്രയോഗിച്ചത് ദൈവത്തിൻ്റെ ഈ ആത്യന്തിക ശക്തി എത്രേ. അതുകൊണ്ട് അപ്പസ്തോലന്മാരുടെ നിഴല് മതി അത്ഭുതം സംഭവിക്കും, അസാധാരണ വീര്യപ്രവൃത്തികൾ സംഭവിക്കും. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്ന വലിയ ദൂത് അതുതന്നെയാണ്. നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൈവത്തിൻ്റെ ദൂതും അതുതന്നെയാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു പറഞ്ഞാലും ഹല്ലേലൂയ അത് സംഭവിക്കും. ഒന്നും നിങ്ങൾക്ക് അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ അങ്ങനെ നടത്തട്ടെ. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ. ആമീൻ.